Hello friends, Factories and Boilers ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് തന്നെ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ തസ്തികയെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് സിലബസ് എങ്ങനെയാണ്, അതുപോലെ സിലബസ് കണ്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഇതെങ്ങനെ ക്രാക്ക് ചെയ്യും, അതായത് ചുരുങ്ങിയ സമയത്തിലുള്ള ഈ എക്സാം പഠിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു മറുപടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടി ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ് നിങ്ങൾ നടത്തേണ്ടത്. കാര്യം സ്മാർട്ട് വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ടോപ്പ് റാങ്ക് ഇവിടെ ലഭിക്കും. കാര്യം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 60 മാർക്ക് GK പോർഷനും 40 മാർക്ക് ടെക്നിക്കൽ സബ്ജക്ട്സുമാണ് വരുന്നത്. അപ്പോൾ ഈ 60 മാർക്കുള്ള GK സബ്ജക്റ്റുകൾ കണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്കയാണ് ഈ GK സബ്ജക്റ്റുകൾ ഞാൻ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഈ 40 മാർക്കിലുള്ള ടെക്നിക്കൽ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ക്രാക്ക് ആവുമോ എന്നിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഒരു ഐഡിയ കിട്ടും ഈ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളത്. ഇപ്പോൾ ഇവർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഈ എക്സാം 2010 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പ്രകാരം എക്സാം ഒക്കെ നടന്നത് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. 2017 റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത്. അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 49 മാർക്കും മാക്സിമം മാർക്ക്, അതായത് ഫസ്റ്റ് റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് അന്ന് 64 മാർക്കുമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ലാസ്റ്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പം ഓഗസ്റ്റിലെ എക്സാമിനേഷൻ കലണ്ടർ PSC പബ്ലിഷ് ചെയ്ത കൂട്ടത്തിലായിരുന്നു ഈ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയ്ക്കുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 5 ഈ എക്സാം PSC ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 6172 പേരാണ് മൊത്തം ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് തന്നെയാണ്. കാരണം ഇതിൻ്റെ സിലബസിൽ 60 മാർക്കിൻ്റെ GK ടോപ്പിക്സ് കണ്ടപ്പോഴത്തേനും ഒരുപറ്റ വിദ്യാർത്ഥികൾ ഈ എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കണോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്. കാര്യം ഈ 60 മാർക്കിലുള്ള ടോപ്പിക്സ് ഒക്കെ ഇനി പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് തന്നെയാണ് അവർക്കിടയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയും കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മാസമായിരിക്കും നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഈ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിട്ട് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകരുത്. കാര്യം അത് മണ്ടത്തരമായി. കാര്യം ഈ 60 മാർക്കിൻ്റെ GK ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാസ്റ്റ് തന്നെയാണ്. കാര്യം ഡിഗ്രി ലെവൽ എക്സാമുകൾ, അതായത് ജനറൽ PSC എക്സാമിലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന സിലബസ് ആണ് ഇവിടെ PSC കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ അത് കംപ്ലീറ്റ്ലി പഠിച്ചു തീർന്നിട്ട് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു മണ്ടൻ തീരുമാനം തന്നെ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ സിലബസിൽ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ എങ്ങനെയാണ് ഇൻക്ലൂഡ് ആയത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാം. അതായത് ഈ പോസ്റ്റിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം, അതായത് BA BSc BCom തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിഗ്രി. അതിൻ്റെ കൂടെ DBMS ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള സർട്ടിഫിക്കറ്റ് പ്ലസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ് CHM അതിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളായിരുന്നു. പക്ഷേ PSC ലാസ്റ്റ് നടത്തിയ എക്സാമിൽ മറ്റ് ചില ക്വാളിഫിക്കേഷനുകളെ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷന് ഇക്വലൻസി ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കിപ്പം BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, ഈ പറഞ്ഞ 2 ക്വാളിഫിക്കേഷനും ഇക്വലൻ്റ് ആയിട്ട് BTech കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MCA അല്ലെങ്കിൽ BCA ഉള്ളവർക്കും ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് കമ്പ്യൂട്ടർ സയൻസ് BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരും അതുപോലെ MCA ഒക്കെ കഴിഞ്ഞവരെല്ലാം ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞ ജനറൽ ആസ്പെക്ട്സിലുള്ള കാര്യങ്ങൾക്ക് അവർ ചിലപ്പോൾ വീക്കായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ സിലബസ് കണ്ടിട്ട് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ കുറേ പേര് പുറത്താകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കണം. കാര്യം നമുക്ക് വളരെ സ്മാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറയുന്ന GKയും കവർ ചെയ്ത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റെനൻസിലെയും അതുപോലെ DBMSലെ ടോപ്പിക്സുകളും കവർ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് നേടി ടോപ്പ് റാങ്കിൽ എത്താനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ യാതൊരു പക്ഷേ പാഴാക്കരുത്. നമുക്ക് PSC തന്നിരിക്കുന്ന സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുണ്ടോ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും മൊത്തം 40 മാർക്കിനുള്ള ടോപ്പിക്സുകളാണ് ഇവിടെ PSC കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റെനൻസ് 20 മാർക്ക്, അതുപോലെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം 20 മാർക്ക്. അങ്ങനെ 40 മാർക്കിനാണ് ക്വാളിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ തൊട്ടാണ് സ്മാർട്ട് വർക്ക് തുടങ്ങേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റെനൻസ് അതുപോലെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ പറഞ്ഞ 2 ടോപ്പിക്സുകൾ അല്ലെ 2 മോഡ്യൂൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക.
കാര്യം 20-40 മാർക്കല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള 60 മാർക്കും ഈ പറഞ്ഞ GK സബ്ജക്ട്സുകൾക്കാണ് ഉള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ GK കൂടുതലായിട്ട് പഠിക്കാൻ പോകരുത്. പകരം നിങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റെനൻസിനും DBMSനും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാക്സിമം ആ സിലബസ് കവർ ചെയ്ത് മാക്സിമം അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ടോപ്പിക്സുകൾ അറിയായിരിക്കും. അതായത് ഇപ്പം റീസെൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റെനൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റെനൻസിലൊക്കെ കുറേ ടോപ്പിക്കുകൾ അറിയായിരിക്കാം. അതുപോലെ DBMS ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും മാക്സിമം മാർക്ക് നേടുക എന്നുള്ളതാണ് ഈ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ബാക്കിയുള്ള GK സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കും? ഈ 2 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ആ GK സബ്ജക്റ്റുകൾ പഠിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിഗ്രി പ്രിലിമിനറി എക്സാമുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതായത് ആ നടന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024 3 സ്റ്റേജിലായിട്ട് ഡിഗ്രി പ്രിലിമിനറി എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2023 3 സ്റ്റേജായിട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2022, 2021 ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം ഡിഗ്രി പ്രിലിമിനറി എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമുകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്യുക. അതിനുശേഷം സിലബസിൽ ഈ ടോപ്പിക്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം സിലബസ് ആദ്യം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ടോപ്പിക്കുകളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതായത് ഡിഗ്രി പ്രിലിമിനറി ഇത്രയും ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അതിലെ മാത്സിനും അതുപോലെ ഇംഗ്ലീഷ് കുറേ ടോപ്പിക്സുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം റിപ്പോർട്ടർ സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, പ്രിപ്പോസിഷൻസ്, പിന്നെ അതുപോലെ ടെൻസ്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയകളുണ്ട്. ആ ഏരിയകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഡിഗ്രി പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും വാസ്റ്റായിട്ടുള്ള സിലബസിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാര്യം കുറേ പേര് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ പുറത്താകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാവരും കുറേ ആൾക്കാർ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ, അപ്പോൾ അവർക്ക് ഈ GK സബ്ജക്റ്റുകൾക്ക് അത്ര നോളജ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്ത് മാക്സിമം ആ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏരിയയിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിമിനറി എക്സാം കഴിഞ്ഞ ശേഷം മെയിൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ മെയിൻസ് എക്സാമുകളും നടന്നിട്ടുണ്ട്. SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബാക്കി 80 മാർക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറഞ്ഞ GK ഏരിയയിൽ നിന്നും 60 മാർക്കിൽ നിന്നും ഒരു മെജോറിറ്റി ഓഫ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ 40 മാർക്കിൽ നിന്നും മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക. സോ നിങ്ങളുടെ റാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇന്ന് തന്നെ ഡിഗ്രി പ്രിലിമിനറിയുടെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് GK പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അതിൻ്റെ കൂടെ തന്നെ DBMSലെയും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റെനൻസിലെയും റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കി ഇപ്പം വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് CHMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. പിന്നെ നമ്മുടെ മുന്നിൽ 2 മാസമാണ് ഉള്ളത്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഈ രീതിയിലുള്ളൊരു സ്മാർട്ട് വർക്ക് എന്തുകൊണ്ട് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്തിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. പേൺസ് അക്കാദമിയിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ജസ്റ്റ് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.